കേട്ടോ, ഫണ്ണിയായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി ഇടാങ്ങണോ? ഇനി നമ്മളെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാം. ഇത്രയും വേണ്ടല്ലേ, കുറച്ച് കുറയ്ക്കാം. കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, നമ്മള് വഴക്കാം. ഗൈസ്, ഇതിനാണ് ഷെഡിക്കുള്ളിലെ പ്രണയകഥ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം. ഇതുപോലൊരു ഭാര്യയെ ഒരു ഭർത്താവിനും കൊടുക്കരുതേ കടവുളെ. അമ്മാതിരി ഒരു ഭാര്യ. നമ്മൾ പല തരത്തിലുള്ള പ്രാങ്കുകൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വേറെ വേറെ ലെവൽ പ്രാങ്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭർത്താവിന്റെ ഷെഡിക്കുള്ളിൽ മുളക് പൊടിയിട്ടുള്ള പ്രാങ്ക്, എൻ്റെ മോനെ ഡിസ്ക്ലൈമറാണ്, ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ഭാര്യമാരുണ്ടെങ്കിൽ വേണ്ട. ഈ പ്രാങ്ക് ഇങ്ങനത്തെ പരിപാടി ചെയ്യണ ഭാര്യമാരുണ്ടെങ്കിൽ വേണ്ട. ഡിസ്ക്ലൈമറാണ്. എന്തായാലും നമ്മുടെ ചേച്ചി തുടങ്ങുന്ന പരിപാടിയൊക്കെ നമുക്ക് കണ്ടുപോകാം. വിഷ്ണുവേട്ടൻ കുളിക്കാൻ കയറിയേക്കാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിട്ട് കുറെ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് കരുതിയതാണ്. അപ്പൊ ഞാൻ കരുതി ഇന്നിപ്പോ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാന്ന്. എന്നെ പറ്റിച്ച് വിഷ്ണുവേട്ടൻ ട്രിവാൻഡ്രത്ത് പോവാണ്. അപ്പൊ എനിക്കിട്ട് എന്തുമാത്രം പണി വന്നേക്കുന്നേ. അപ്പൊ ഞാൻ ഒരു ചെറിയ പണി ചെയ്യാന്ന് കരുതി. അപ്പൊ ഇല്ല, എനിക്ക് ധൃതി പിടിച്ചിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ഫണ്ണി ആയിട്ട് തന്നെ എടുക്കാവുള്ളൂ. ഭയങ്കര ഫണ്ണി ആയിട്ടൊരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. ഒന്നും കരുതല്ല കേട്ടോ, എനിക്ക് ഒരു ഇതിനകത്ത് കണ്ടത് ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ, ഫണ്ണിയായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി ഇടാങ്ങണോ? അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടന്റെ പാൻറ്റീസില് നമ്മുടെ ചേച്ചി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചേട്ടൻ ട്രിവാൻഡ്രത്ത് പോകുന്നതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാ. എന്തായാലും കൊള്ളാം. ഇതുപോലത്തെ ഭാര്യമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നേരത്തെ ഡിസ്ക്ലൈമർ ആയിട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ പറയുക, നമ്മൾ ആ കൊടുക്കെ കൊണ്ട് പൊയ്ക്കോളാം വയ്യേ. ഇനി മുളക് പൊടിയൊക്കെ ഇട്ട് റോക്കറ്റ് കയറി പോവാൻ വയ്യടെ. അതുകൊണ്ട് പ്രാങ്കൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനത്തെ പ്രാങ്ക് ഒന്നും വേണ്ടതായി. ഇപ്പൊ തന്നെ എനിക്ക് എരിഞ്ഞാറുന്നത് കണ്ടപ്പോ തന്നെ. ചേച്ചി എന്തായാലും കൊള്ളാം. വിഷ്ണു ചേട്ടന് ഇമ്മാതിരി സർപ്രൈസ് ഒക്കെ കൊടുത്ത് തിരുവനന്തപുരത്തോട്ട് അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേച്ചി കണ്ടിന്യൂ. ഇവിടെ ഞാൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അയൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡ്രസ്സ് ഇടുമ്പോ ഇത് നമുക്ക് അതിനകത്ത് ഡ്രസ്സ് എടുത്തു വെക്കാം. വേഗം നമുക്ക് മുളക് പൊടി എടുത്തില്ല. എന്താവും റിയാക്ഷൻ ഒന്നും അറിയില്ല. ഭഗവാനെ കാത്തോടെ രക്ഷിക്കണേ. വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മുളക് പൊടി എടുത്തു കേട്ടോ. ഇനി നമ്മളെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാം. ഇത്രയും വേണ്ടല്ലേ, കുറച്ച് കുറയ്ക്കാം. ചേച്ചി ഒന്നും വറുത്തരയ്ക്കാനാ വിഴുക്കുവരട്ടി എടുക്കാനാ? അങ്ങനെ കുറച്ച് കുറയ്ക്കാം, കുറച്ച് കൂട്ടാം. എന്താ ചേച്ചി ഒരു അളവ് നോക്കി ഇടുന്നല്ലോ മുളക് പൊടി. ഒരു തുമ്പിൽ എവിടെയെങ്കിലും കൊണ്ടാൽ അത് അതിരിക്കട്ടെ. ഈ മുളക് പൊടി ഇടുമ്പം ചേച്ചി ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ചേച്ചിക്ക് ആവശ്യമുള്ളതല്ലേ? ചേച്ചിക്ക് ഇനി അത് ആവശ്യമില്ലേ? ചേച്ചിക്ക് കൂടി അത് ആവശ്യമുള്ളതല്ലേ? വിഷ്ണു ചേട്ടന് മുളക് പൊടി ഇടുമ്പോ ആ എരിഞ്ഞു കയറുന്ന സാധനം ചേച്ചിക്ക് കൂടി ആവശ്യമുള്ളതല്ലേ? ചേച്ചിക്ക് ഇനി അത് ആവശ്യമില്ലേ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അതുകൊണ്ട് ഇനി എന്തിനുള്ള മറ്റേ CD മൂസയിൽ പറഞ്ഞ പോലെ തൂക്കിയിട്ടുണ്ട് നടക്കാനാ മുളക് പൊടിയൊക്കെ കയറി ഇറങ്ങിയുള്ള അവസ്ഥ? എന്റെ മോനെ എനിക്കിപ്പൊ തന്നെ എരിഞ്ഞു കയറുക. കയ്യില് മുളക് പൊടി ഇരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡ് പോലും എടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് മുളക് പൊടി ഇടാം. എനിക്ക് സ്റ്റാൻഡൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ഞാൻ മുളക് പൊടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് എടുത്തിട്ട് ഫോൺ പിടിക്കാൻ പറ്റിയില്ല. കൊച്ചു അടുത്തുള്ളതുകൊണ്ട് മുളക് പൊടി ആയിട്ട് പേടി. അപ്പോൾ ഇത് മൊത്തം മുളക് പൊടി അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം അവിടെ കൊണ്ടുപോയി അയൺ ചെയ്തിടത്തേക്ക് വെക്കാം. നമ്മളിത് ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷുവിൻ്റെ പാൻറ്റീസും ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വിഷുവിന് ഇപ്പോൾ വരും. എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മസാല ഒക്കെ ഇട്ട് വഴട്ടി വെച്ച സ്ഥിതിക്ക് കുക്കറിലിട്ട് 2 അടിയും കൂടി അടി, 2 വിസിലും കൂടി ആക്കട്ടെ. അപ്പൊ ഓൾ സെറ്റ് ആവും. നമ്മുടെ വിഷ്ണു ചേട്ടന്റെ അവസ്ഥ. വിഷ്ണു ചേട്ടാ എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ഭാര്യയെ? മാട്രിമോണിയ? അത ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് ആണ്? എന്തായാലും വിഷ്ണു ചേട്ടൻ എന്റെ താഴെ എങ്ങനെയെങ്കിലും ഒന്ന് കമന്റ് അറിയണം. കാരണം ആ വേയിലോട്ട് ഇനി പോയി പെണ്ണ് കാണാൻ നിൽക്കില്ല. ആ ലവ് മാരേജിനെ അതിലും ഇല്ല, മാട്രിമോണിയാണെ അങ്ങോട്ടും ഇല്ല, ഇതുപോലെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അങ്ങോട്ടും ഇല്ല. കാരണം വയ്യടേ, വേറെ എന്ത് സഹിക്കാം. നമ്മുടെ മെയിൻ പോയിന്റിൽ മുളക് പൊടിയൊക്കെ തയ്ക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ, താങ്ങാനൊന്നും വയ്യ അങ്ങനത്തെ പൊണ്ടാട്ടിയെ. ആയോ ഈ സമയം പോയിന്നെ
എന്റെ ഷർട്ട് അയൺ ചെയ്തില്ലപ്പോ അയൺ ചെയ്യുവാ. ഈ ജീൻസ് വേണം, എനിക്കിത് ഇഷ്ടമല്ല. വിഷയം എന്നെ ഇട്ടിട്ട് പോവല്ലേ, ഇഷ്ടപ്പെടാത്ത ഇട്ടാ ഞാൻ നാളെ വിളിക്കണം. ആ ബ്ലാക്ക് ജീൻസ്, ഈ ബ്ലാക്ക് ജീൻസിന്റെ കളയണം. ഏത് ഈ ബ്ലാക്ക് ജീൻസ് നമുക്ക് പെയിന്റ് കൊണ്ടോ? എനിക്ക് എന്റെ ഫേവറേറ്റ് ജീൻസ് ആണ്. സമയം പോയി. സമയം പോണ രണ്ടു ഇട്ടിട്ട് പോവല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ദൈവം വിഷയനെ ശിക്ഷിക്കിപ്പോ. ദൈവത്തിന്റെ ശിക്ഷ അധികാരികവും വൈകാരികവുമായിരിക്കും. ബൈബിൾ എടുത്തു. വിഷ്ണു ചേട്ടാ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് നില വിളിച്ചിരുന്നെങ്കിൽ. എന്നാലും ഇങ്ങനൊരു ഭാര്യയെ കിട്ടാൻ മാത്രം വിഷ്ണു ചേട്ടൻ ഈ ഭൂലോകത്ത് എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇനി ഇത് ഇപ്പം ആസനത്ത് മുളക് പൊടിയിട്ടെങ്കിൽ ഇനി അവസാനം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇനി ബ്ലൈഡ് വെക്കുമെന്ന് എവിടെയെങ്കിലും. പണ്ടൊരു രാജാവ് ബ്ലൈഡ് വെച്ച കഥയുണ്ടേ, മന്ത്രിയെ തൂക്കി. അതുപോലെ വല്ലത് ബ്ലൈഡ് വല്ലതും വയ്ക്കുമെന്ന് ദൈവത്തിനറിയാം. നിന്നെ കൈവച്ചിട്ട് എനിക്ക് തേക്കാൻ പറ്റില്ല കുഞ്ഞെ. നമ്മള് വഴക്കാൻ വിഷയടാ. നമ്മള് വഴക്ക തേക്കാൻ പറ്റുന്നില്ല, തേക്കാൻ പറ്റുന്നില്ല. നമ്മള് വഴക്കാം. നീ അഡ്ജസ്റ്റ് ചെയ്യാം. Oh no! ഞാനിപ്പോ വരാമേ. എന്നാ നീ ഒന്നും നോക്കാറില്ലേ? ഇത് എന്താണ് ഇത് മുളക് പൊടി? എവിടെ നിന്റെ നമുക്ക് തുറന്നോണ്ടല്ലോ. ഞാൻ പറഞ്ഞാണ് രശ്മൻ. എന്നാന്നേ നീ എത്ര നോക്കി വെച്ചൂടാ? എവിടെ മുളക് പൊടി? എന്തിനാ? നിന്റെ തലയില് എന്നായി ഇതെന്നതില് മുളക് പൊടി പറഞ്ഞോ? തമാശ അടിക്കില്ലോ. വിഷ്ണു ചേട്ടാ, സരസ്വതി മാമി നിങ്ങൾ ഉറങ്ങുന്നതെന്തിനു? എവിടെ നിന്ന് കിട്ടി? ഇതാണ് പറയുന്നത്. എലിക്കിടന്ന പാമ്പിന്റെ അടുത്ത് തോളിയിട്ട ഇങ്ങനെ ഇരിക്കുക അവസ്ഥ. മുളകൊടിയല്ലേ, ആസിഡ് വരെ കൊണ്ട് തരും. എന്തായാലും ഞാൻ വിചാരിച്ചത്ര ഷോക്ക് വിഷ്ണു ചേട്ടൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ ചേച്ചി നല്ലതായിട്ട് മുളകൊടിയൊക്കെ വരിട്ടെങ്കിലും ഞാൻ വിചാരിച്ചത്ര ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. അതല്ല, നാട്ടുകാരെ മൊത്തം പറ്റിച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാതില്ല. അതില്ല, മനസ്സിലായ? അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യൂ. എന്തായാലും ഇതിന് ശേഷമുള്ള ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. വിഷ്ണുടൻ പോയി ഗൈസ്. വിഷ്ണുടൻ ട്രിവാൻഡ്രം പോയി കഴിഞ്ഞ ഔട്ടർ എടുക്കുന്ന വിഷ്ണുവിന് എന്റെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി പ്രാങ്കാന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ക്യാമറ ഒന്നും കണ്ടുപിടിച്ചില്ല. ഞാൻ പറയാനൊന്നുമില്ല, എന്റെ പൊന്നെ എന്നെ ഇനി കൊന്നാലോ എന്ന് കരുതി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതേ പോയി. എന്റെ ഈശ്വര, ഇവളെന്നെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ചുമ്മാ ഒരു രസത്തിനെടുത്ത് ഞാൻ ഒരു ഹിന്ദി ചാനലിനകത്ത് കണ്ട. അപ്പം ഞാൻ കരുതി വിഷ്ണുവിനെ എന്നെ ഇട്ടിട്ട് പോവുകയാണ്. എൻ്റെ അപ്പം ഇന്ന് ഒരു ചലഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വിഷ്ണുവിനെ വിട്ടിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല, വിഷ്ണുവിടെ പോയി പെട്ടെന്ന് ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ ചുമ്മാ അപ്പത്തേക്കിനും തട്ടി കൂട്ടിയായിട്ട് പെട്ടെന്നായിട്ട് പെടി സ്റ്റാർട്ട് ചെയ്യുന്ന എടുത്ത വീഡിയോ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ്. അപ്പം എല്ലാവർക്കും ഫണ്ണി ആയിട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഫണ്ണി, പാവല്ല ഞാൻ, അങ്ങനെ എടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്ത് ചേച്ചിക്ക് എല്ലാം ചെയ്തു തരാം. വെയിറ്റ്. അപ്പോ എടേ, ഇങ്ങനത്തെ ഒക്കെ ഭാര്യമാരുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി വല്ലടം കൊണ്ട് ബ്ലൈഡ് വെച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ വിറക്കുന്നത്. എന്തായാലും ഇത് പ്രാങ്ക് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അഭിനയിച്ചാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വിഷ്ണു ചേട്ടൻ ഇങ്ങനെയൊന്നും നിക്കത്തില്ല. ഇത് മുളക് പൊടി ഇട്ടുള്ള അവസ്ഥ. മുളക് പൊടിയേ വീണാലേ മുകളിലോട്ട് പോകും, നേരെ പറക്കും റോക്കറ്റ് പോലെ. അങ്ങനെ നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ പ്ലാനിങ് ചെയ്തുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. പ്ലാനിങ് ചെയ്താലും പ്ലാനിങ് ചെയ്യാതെ ആയാലും
കൊള്ളാം. എന്തൊരു പരിപാടി ആയാലും മുളക് പൊടിയൊക്കെ വീഴുന്നുള്ള അവസ്ഥ എൻ്റെ പൊന്നെ, ഇത് കണ്ടൊന്നും ആരും അനുകരിച്ചു കളയല്ലേ. പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റേണ്ടി വരും. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മുളക് പൊടി ഈ പറഞ്ഞ പോലെ തട്ടിയതിനു ശേഷം തട്ടി നീക്കിക്കൊണ്ട് നേരെ വിഷ്ണു ചേട്ടൻ ട്രിവാൻഡ്രത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ കൊള്ളാം. പിന്നെ മുളക് പൊടി എടുത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയെ നിങ്ങളെ എവിടെ നിന്നാണ് ഈ വിഷ്ണു ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് കൊള്ളായിരുന്നു. ഞാൻ വഴിക്ക് പിന്നെ പോകത്തില്ല, വയ്യ. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.